നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 522nd day. Today 16th sloka of first skandha, first chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 522 ദിവസം. ഇന്ന് ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകീഡ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് അസ്യ കലിമലാപഹം. ഓം ശ്രീകൃഷ്ണായ നമഃ. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകൈഡ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. ഓം തത്സത്. പുണ്യ ശ്ലോകന്മാരായിട്ടുള്ള മഹാത്മാക്കൾക്ക് കീർത്തനം ചെയ്യുവാൻ യോഗ്യങ്ങളായ അനേക കർമ്മങ്ങളെ ചെയ്തിരിക്കുന്ന ആ ഭഗവാന്റെ കലിദോഷ ശാന്തികരമായ യശസ്സിനെ മനഃശുദ്ധി ആഗ്രഹിക്കുന്ന ഏതൊരാളാണ് കേൾക്കാൻ ആഗ്രഹിക്കാതിരിക്കുക എന്ന് ശൗനകാദികൾ സൂതനോട് പറയുകയാണ്. അതായത് ആ ഭഗവാന്റെ കീർത്തനം ചെയ്യുവാൻ വേണ്ടി മഹാത്മാക്കളെല്ലാം കൊതിക്കുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ കീർത്തനം ചെയ്യുവാൻ വേണ്ടി കൊതിക്കുന്ന മഹാത്മാക്കളൊക്കെ കൊതിക്കുന്ന അപ്രകാരമുള്ള ആ ഭഗവാന്റെ കർമ്മങ്ങളെ കേൾക്കുവാനും ആ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ആഗ്രഹിക്കുവാനും ഏത് ആൾക്കാരാണ് ആഗ്രഹിക്കാതിരിക്കുക? ഞങ്ങൾക്കും അതിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞു തന്നാലും. എന്തുകൊണ്ടാണ് ആ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ തങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് പറയുകയാണ്. ഇപ്രകാരം പുണ്യമായിട്ടുള്ള ആ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുവാൻ മഹാത്മാക്കൾക്ക് പോലും ആഗ്രഹിക്കുമ്പോൾ സാധാരണക്കാരായി ഞങ്ങൾ ആഗ്രഹിക്കുകയില്ലേ? ഞങ്ങൾക്ക് അത് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ് ശൗനകാദികൾ സൂത പൗരാണികനോട്. സൂത പൗരാണികനെ മഹാത്മാവാണ്. അദ്ദേഹത്തിന് ഭഗവാന്റെ എല്ലാ കീർത്തനങ്ങളും ഭഗവാന്റെ പുണ്യശ്ലോകങ്ങളും എല്ലാം അറിയുന്നതാണ് എന്ന് പറയും. കലിമലാപകം എന്ന് പറഞ്ഞാൽ ഈ കലിദോഷത്തെ അകറ്റുന്ന ഭഗവാന്റെ മഹാത്മ്യങ്ങൾ. കലികാലത്ത് കലിദോഷം അകറ്റുവാൻ, കലികാല ദോഷങ്ങൾ ഇല്ലാതാകുവാൻ മഹാത്മാക്കൾക്ക് ആ ജന്മസാഫല്യം നേടുവാൻ വേണ്ടി ഭഗവാന്റെ കീർത്തനങ്ങൾ മാത്രമാണ് ആശ്രയം. ഭഗവാനെ കീർത്തിക്കുന്നതുകൊണ്ട് കലിദോഷങ്ങൾ അകന്ന് മോക്ഷം പ്രാപിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകീഡ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. Thank you for watching. All the best. Have a very nice day. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.